Welcome to a new video of Come On Children. Today we are going to see the remaining part of the chapter Happy Prince in Unit 4. The Happy Prince എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. ആദ്യത്തെ 2 പേജുകൾ വിശദീകരിക്കുകയും 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. What did we see in the last class? Don't you remember? Yes, we saw a prince who was always happy. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രിൻസിനെ പരിചയപ്പെട്ടു അല്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അതെ, എപ്പോഴും സന്തോഷവാനായിരുന്നു ആ പ്രിൻസ്. But now the prince is so sad. What's the reason? Yes, he cannot suffer the ugliness of his city and the misery of his people. He really wanted to help them, but he's a statue. What can he do? തൻ്റെ ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടുമെല്ലാം കണ്ട് ഹാപ്പി പ്രിൻസിൻ്റെ സന്തോഷമെല്ലാം പോയി. അദ്ദേഹത്തിന് അവരെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു പ്രതിമയ്ക്ക് അവരുടെ അടുത്ത് എത്താനാവില്ല. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യും? He is seeking the swallow's help. Will it help him? Let us see. The request. Far away, continued the statue in a low musical voice. Far away, in a little street, there's a poor house. One of the windows is open, and through it I can see a woman seated at a table. She is so tired. The happy prince is drawing the swallow's attention to the misery of his people. ഹാപ്പി പ്രിൻസ് അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കുരുവിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? യെസ്, far away he can see a poor house. Through the opened window of the house he can see a woman sitting near the table inside the house. ദൂരെ ഒരു ദരിദ്രമായ വീടിൻ്റെ ജനലിലൂടെ അകത്ത് മേശയുടെ അടുത്തായിട്ട് ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണാം. അവരെങ്ങനെയാണുള്ളത്? വളരെ ക്ഷീണിതയായിട്ടാണ് ഇരിക്കുന്നത്. In a bed in the corner of the room her little boy is lying ill. He has a fever and is asking for oranges. The prince can also see a poor boy lying in a bed in the corner of the room. He is not well. He has fever. ആ റൂമിൻ്റെ ഒരു മൂലയിലായി ഒരു കിടക്കയിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ട്. അവന് പനിയാണ്. എന്താണ് അവൻ ആവശ്യപ്പെടുന്നത്? What is he asking for? He is asking for oranges. Can his mother buy it for him? അവന് ഓറഞ്ച് വാങ്ങിക്കൊടുക്കാൻ അവൻ്റെ അമ്മയ്ക്ക് കഴിയുമോ? No, because they were very poor. His mother has nothing to give him but river water. So he is crying. Why was the boy crying? His mother could not buy him oranges. Instead, she had only river water to give him. ആ അമ്മയും മകനും വളരെ ദരിദ്രരാണ്. ഓറഞ്ച് വാങ്ങാനുള്ള പണമൊന്നും അമ്മയുടെ കയ്യിലില്ല. ഓറഞ്ച് എന്നല്ല യാതൊരു ഭക്ഷണവും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മ മകൻ്റെ വിശപ്പ് മാറാൻ അവന് ആകെ കൊടുത്തിരുന്നത് പുഴയിൽ നിന്നുള്ള വെള്ളം മാത്രമായിരുന്നു. അതായിരുന്നു ആ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നത്. സോലോ സോലോ ലിറ്റിൽ സോലോ, വിൽ യു നോട്ട് ബ്രിങ് ഹർ ദ റൂബി ഔട്ട് ഓഫ് മൈ sword hilt? The prince wanted to help the poor lady. He requested the swallow to take the ruby from his sword hilt and give it to the poor lady. എന്താണ് സോലോയോട് പ്രിൻസ് റിക്വസ്റ്റ് ചെയ്തത്? തൻ്റെ വാൾപ്പിടിയിൽ നിന്നും ആ റൂബി എടുത്തിട്ട് അത് ആ പാവപ്പെട്ട സ്ത്രീക്ക് കൊടുക്കാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. I am waited for in Egypt, said the swallow. My friends are flying up and down the Nile. At first, the swallow was not ready to help the prince because his friends were waiting him in Egypt. They were flying above the river Nile. സോലോയ്ക്ക് പ്രിൻസിനെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തായിരുന്നു കാരണം? സോലോ ഈജിപ്തിലേക്കുള്ള യാത്രയിലായിരുന്നു അല്ലേ? അവൻ്റെ കൂട്ടുകാർ അവനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ നൈൽ നദിയുടെ മുകളിലായി പറന്നുകൊണ്ടിരിക്കുകയാണ്. സോലോ സോലോ ലിറ്റിൽ സോലോ, സെഡ് ദ പ്രിൻസ്, വിൽ യു നോട്ട് സ്റ്റേ വിത്ത് മീ ഫോർ വൺ നൈറ്റ് ആൻഡ് ബി മൈ മെസ്സഞ്ചർ? ദ ബോയ് ഈസ് സോ തേഴ്സ്റ്റി ആൻഡ് ദ മദർ സോ സാഡ്. The prince begged the swallow to stay with him for one more night and help him. രാജകുമാരൻ കുരുവിയോട് വീണ്ടും അപേക്ഷിക്കുകയാണ്. കുരുവി, നിനക്ക് ഒരു രാത്രി കൂടി എൻ്റെ കൂടെ നിന്നുകൂടെ? എന്നിട്ട് എൻ്റെ മെസ്സഞ്ചർ ആവാമോ? എന്താണ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ? എൻ്റെ ദൂതനാവാമോ? ആരാണ് ദൂതൻ?
ഒരാളിൽ നിന്നും അറിയിപ്പുകളോ വാർത്തകളോ സഹായങ്ങളോ ഒക്കെ മറ്റൊരിടത്ത് എത്തിക്കുന്നയാളാണ് ദൂതൻ, മെസ്സഞ്ചർ. ഇവിടെ പ്രിൻസിൻ്റെ സഹായം ആ സ്ത്രീയിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മെസ്സഞ്ചർ ആവാമോ എന്നാണ് കുരുവിയോട് ചോദിക്കുന്നത്. ദ പ്രിൻസ് ഈസ് ബെഗിങ് ഫോർ ഇറ്റ്സ് ഹെൽപ്പ് ബിക്കോസ് ദ ബോയ് ഈസ് സോ തേഴ്സ്റ്റി. ആ കുട്ടിക്ക് വല്ലാത്ത ദാഹമുണ്ട്. ആൻഡ് ദ മദർ ഈസ് സോ സാഡ്. അമ്മയാണെങ്കിലോ ഇത് കണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. I don't think I like boys, answered the swallow. Last summer, when I was staying on the riverside, there were two rude boys who always threw stones at me. They never hit me. Of course, we swallows fly far too well for that. Was the swallow ready to help him? No. What did he answer? I don't like boys. എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമല്ല. എന്താണ് കാരണം? When he was staying on the riverside last summer, two rude boys threw stones at him. ചില കുട്ടികൾ വെറുതെ നടക്കുമ്പോൾ കയ്യിലൊരു വടിയോ കല്ലോ ഒക്കെ കരുതും. എപ്പോഴും ഈ വടി കൊണ്ട് എന്തിനെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കല്ലുകൊണ്ട് കാണുന്ന ജീവികളെയൊക്കെ എറിയും. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. നല്ല കുട്ടികൾ ജീവികളെ ഒന്നും ഉപദ്രവിക്കില്ല. പക്ഷേ നമ്മുടെ സോലോ വിചാരിക്കുന്നത് എല്ലാ ആൺകുട്ടികളും വികൃതികളാണ് എന്നാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു നദീതീരത്ത് വെച്ച് രണ്ട് റൂഡ് ബോയ്സ്, രണ്ട് വികൃതികളായ മര്യാദയില്ലാത്ത കുട്ടികൾ അവൻ്റെ നേർക്ക് കല്ലെടുത്തെറിഞ്ഞു. അതുകൊണ്ടാണ് കുരുവിക്ക് ആൺകുട്ടികളെ ഇഷ്ടമല്ലാത്തത്. ദേ നെവർ ഹിറ്റ് മീ. പക്ഷേ കല്ല് എൻ്റെ ശരീരത്തിൽ കൊണ്ടില്ല. ഓഫ് കോഴ്സ് ദ swallows ഫ്ലൈ ഫാർ ടു വെൽ ഫോർ ദാറ്റ്. എന്താണ് കാരണം? കുരുവികൾക്ക് വളരെ ദൂരേക്ക് പറക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ദ മെസ്സഞ്ചർ. The happy prince looked so sad that the swallow was sorry. It is very cold here, he said, but I will stay with you for one night and be your messenger. When the swallow was not ready to help him, the prince became very sad. തന്നെ സഹായിക്കാൻ സോലോ തയ്യാറാവുന്നില്ല എന്ന് കണ്ട് പ്രിൻസിന് വിഷമമായി. On seeing the prince's sad face, the swallow finally agreed to stay one more night and be his messenger. എന്താണ് സോലോ പറഞ്ഞത്? ഇറ്റ്സ് വെരി കോൾഡ് ഹിയർ. ഇവിടെ വല്ലാത്ത തണുപ്പാണ്. ബട്ട് ഐ വിൽ സ്റ്റേ വിത്ത് യു ഫോർ വൺ നൈറ്റ് ആൻഡ് ബി യുവർ മെസ്സഞ്ചർ. പക്ഷേ ഞാൻ ഒരു രാത്രി നിന്റെ കൂടെ നിൽക്കാം, എന്നിട്ട് നിന്റെ ദൂതനാവാം. താങ്ക് യു ലിറ്റിൽ സോലോ, സെഡ് ദ പ്രിൻസ്. രാജകുമാരൻ കുരുവിയോട് നന്ദി പറഞ്ഞു. സോ ദ സോലോ പിക്ഡ് ഔട്ട് ദ റൂബി ഫ്രം ദ പ്രിൻസ് sword ആൻഡ് ഫ്ലൂ അവേ വിത്ത് ഇറ്റ് ഇൻ ഹിസ് ബീക്ക് ഓവർ ദ റൂഫ്സ് ഓഫ് ദ ടൗൺ. അങ്ങനെ ആ കുരുവി രാജകുമാരൻ്റെ വാൾപ്പിടിയിൽ നിന്നും റൂബി തൻ്റെ കൊക്കിൽ കൊത്തിയെടുത്തുകൊണ്ട് ആ ടൗണിലെ റൂഫ്സിൻ്റെ മേൽക്കൂരകൾക്ക് മുകളിലൂടെ പറന്നു ദൂരേക്ക് പോയി. അറ്റ് ലാസ്റ്റ് he came to the poor house and looked in. Finally, the swallow reached the boy's house. What did he see there? വീട്ടിനകത്ത് ആ കുരുവി കണ്ട കാഴ്ച എന്തായിരുന്നു? The boy was tossing feverishly on his bed and the mother had fallen asleep. He saw the boy on his bed. What was he doing? He was tossing feverishly. What do you mean by tossing? Tossing means moving side to side or up and down. ഇവിടെ ആ കുട്ടി പനി കൊണ്ട് പനിച്ച് വിറച്ച് ഉറങ്ങാൻ കഴിയാതെ കിടക്കയിൽ ചെരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉരുളുകയാണ്. ഫിവറിഷ്ലി മീൻസ് പനി കൊണ്ട്, കോസ്ഡ് ബൈ ഫീവർ. What about his mother? She was so tired and had fallen asleep. അമ്മയോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു. He laid the ruby on the table. Then he flew gently round the bed, fanning the boy's forehead with his wings. കുരുവി എന്താ ചെയ്തത്? It laid the ruby on the table. അതാ റൂബി മേശപ്പുറത്ത് വെച്ചു. Then he flew gently round the bed, fanning the boy's forehead with his wings. എന്നിട്ട് മെല്ലെ ആ കുട്ടി കിടക്കുന്ന കിടക്കയ്ക്ക് ചുറ്റും പറന്നു. Fanning the boy's forehead with his wings. അവൻ്റെ ചിറകുകൾ കൊണ്ട് കുട്ടിയുടെ നെറ്റിത്തടത്തിൽ വീശിക്കൊടുത്തു. Then the swallow flew back to the happy prince and told him what he had done. The swallow returned to the happy prince and explained everything. കുരുവി ഹാപ്പി പ്രിൻസിനടുത്ത് തിരിച്ചെത്തി അവിടെ നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു. I feel quite warm now, although it is so cold. That is because you have done a good deed, said the prince. The swallow fell asleep. It was cold weather, even though the swallow felt warm.
നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നിട്ടും സോലോയ്ക്ക് ചെറിയ ചൂട് അനുഭവപ്പെട്ടു. ഹി ഫെൽറ്റ് വാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്? പ്രിൻസ് എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ദാറ്റ്സ് ബിക്കോസ് യു ഹാവ് ഡൺ എ ഗുഡ് ഡീഡ്. നീ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത്. ഡു യു നോ വാട്ട് ദ വാം ഫീലിംഗ്സ് ആർ? കൈൻഡ്നസ്, ലവ്, സിമ്പതി, ദയ, സ്നേഹം, അനുകമ്പ, ഇതൊക്കെയാണ് നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദീസ് ഫീലിംഗ്സ് ലീഡ് അസ് ടു ഗുഡ് ഡീഡ്സ്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ എന്താണ് തോന്നുക? സന്തോഷം, സംതൃപ്തി ഒക്കെ തോന്നുമല്ലേ? മാത്രമല്ല മനസ്സിലൊരു വാംത്ത് ഫീൽ ചെയ്യും. ദ റൈറ്റർ. ദ നെക്സ്റ്റ് മോർണിംഗ് ദ പ്രിൻസ് സെഡ്, സോലോ സോലോ ലിറ്റിൽ സോലോ, far away across the city I see a young man. What did the prince say to the swallow? He said to the swallow that he could see a young man far away across the city. നഗരത്തിന് അപ്പുറം ദൂരെയായി എനിക്ക് യുവാവായ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നു. എന്താണ് അയാൾ ചെയ്യുന്നത്? He is leaning over a desk covered with papers. നിറയെ കടലാസുകൾ പരത്തിയിട്ട ഒരു മേശമേലേക്ക് ചാഞ്ഞു കിടക്കുകയാണ് അയാൾ. His hair is brown and crisp, and his lips are red as pomegranate. The man's hair is not soft, it is crisp. പരുപരുത്തതാണല്ലേ അയാളുടെ തലമുടി. And it is brown. And his lips are red as pomegranate. എന്താണ് pomegranate? മാതളം. മാതളത്തിൻ്റെ ഉള്ളിലെ കുരുക്കൾ കണ്ടിട്ടില്ലേ? നല്ല ചുവന്ന് തുടുത്തിരിക്കുന്ന, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ. He is trying to finish a play. Oh, he is a writer. He is trying to finish a play. എന്താണ് play? നാടകം. അദ്ദേഹം ഒരു നാടകം എഴുതി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. Hunger has made him faint. പക്ഷേ വല്ലാത്ത വിശപ്പ് അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തളർത്തുക, ബോധക്കേടുണ്ടാക്കുക. അങ്ങനെ അയാൾ തളർന്ന് കിടക്കുകയാണ്. I will wait with you here one night longer, said the swallow. Shall I take him another ruby? The swallow was ready to stay there one more night. ഇതെല്ലാം കേട്ട് സോലോ ഒരു രാത്രി കൂടി അവിടെ തങ്ങാൻ തീരുമാനിക്കുകയാണ്. Shall I take him another ruby? ഞാൻ അയാൾക്ക് മറ്റൊരു റൂബി കൊണ്ടുപോയി കൊടുക്കണോ എന്ന് അത് പ്രിൻസിനോട് ചോദിച്ചു. Alas, I have no ruby now, said the prince. My eyes are all that I have left. But unfortunately there was no other ruby. All the prince had was his eyes. What were they made of? Yes, they were made of sapphires. ഇന്ദ്രനീല കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ കണ്ണുകൾ മാത്രമേ ഇനി പ്രിൻസിൻ്റെ കയ്യിൽ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. They are made of rare sapphires brought out of India 1,000 years ago. Pluck out one of them and take it to him. Those valuable sapphires were brought from India. The happy prince requested the swallow to pluck one of them and give it to the writer. ആ കല്ലുകൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന അപൂർവ രത്നങ്ങളാണ്. അതിലൊന്ന് പറിച്ചെടുത്ത് ആ എഴുത്തുകാരന് കൊടുക്കാൻ പ്രിൻസ് സോലോയോട് പറഞ്ഞു. Dear prince, said the swallow, I cannot do that. And he began to weep. Why did the swallow weep? Yes, he did not want to make the prince blind. സഫിയേഴ്സ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണല്ലേ, അത് പറിച്ചെടുത്താൽ അദ്ദേഹത്തിന് പിന്നെ ഒന്നും കാണില്ല. സോലോ സോലോ ലിറ്റിൽ സോലോ, said the prince, do as I command you. എന്താണ് കമാൻഡ്? ആജ്ഞാപിക്കുക. പ്രിൻസിന് ആജ്ഞാപിക്കാൻ, ഓർഡർ ചെയ്യാനുള്ള അധികാരമുണ്ടല്ലേ. അവസാനം പ്രിൻസ് എന്ത് പറഞ്ഞു? ഞാൻ കമാൻഡ് ചെയ്യുന്നത് പോലെ, ആജ്ഞാപിക്കുന്നത് പോലെ നീ ചെയ്യുക. രാജകുമാരൻ്റെ ആജ്ഞ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല അല്ലേ. നമ്മുടെ സ്വാലോ എന്ത് ചെയ്തിട്ടുണ്ടാവും നോക്കാം. So the swallow plucked out the prince's eye and flew away to the young man. The swallow obeyed his command and flew to the young man with one of the prince's eyes. അങ്ങനെ സോലോ രാജകുമാരൻ്റെ കണ്ണുകളിലൊന്ന് കൊത്തിയെടുത്ത് ആ എഴുത്തുകാരൻ്റെ അരികിലേക്ക് പറന്നുപോയി. The young man did not hear the flutter of the bird's wings. What do you mean by flutter? The meaning is in glossary. Let us read it. To move up and down lightly and quickly. ഇവിടെ ചിറകടിക്കുക എന്നാണ്. പക്ഷി എഴുത്തുകാരൻ്റെ അരികിൽ ചെന്ന് ചിറകടിച്ചു. പക്ഷേ അയാൾ കേട്ടോ? No, he didn't hear it because he was faint. അദ്ദേഹം തളർന്ന് ബോധം കെട്ട് കിടക്കുകയാണല്ലേ. When he looked up, he found the beautiful sapphire. When he woke up,
He saw the beautiful sapphire on his table. കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം നല്ല മനോഹരമായ രത്നം കണ്ട് അത്ഭുതപ്പെട്ടു. I am beginning to be appreciated, he cried. This is from some great admirer. Now I can finish my play. And he looked quite happy. He thought he was appreciated and the sapphire was a gift from one of his admirers. ഈ സഫയർ കണ്ട് എഴുത്തുകാരൻ എന്താണ് വിചാരിച്ചത്? അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അഭിനന്ദിക്കപ്പെട്ടിരിക്കുന്നു, വലിയ എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, ഈ രത്നം അദ്ദേഹത്തിൻ്റെ ഏതോ വലിയ ആരാധകന്റെ സമ്മാനമാണ് എന്ന് അദ്ദേഹം കരുതി. So he became very happy. Now let us discuss the questions from this part. 8th question. Why was the boy crying? എന്തിനാണ് ആ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾക്കറിയാലോ എന്തിനാണ് ആ കുട്ടി കരഞ്ഞത്? The boy had fever. അവന് പനിയുണ്ടായിരുന്നു. And he asked his mother for oranges. അവൻ അമ്മയോട് നാരങ്ങ വേണം എന്ന് പറഞ്ഞു. But as they were very poor, his mother could not buy them. അവർ വളരെ ദരിദ്രരായിരുന്നതിനാൽ അമ്മയ്ക്ക് ഓറഞ്ച് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. She had nothing to give him but river water. പുഴവെള്ളമല്ലാതെ മറ്റൊന്നും അവന് കൊടുക്കാനുണ്ടായിരുന്നില്ല. The boy was very thirsty and tired, so he cried. ആ കുട്ടി ദാഹിച്ച് തളർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അവൻ കരഞ്ഞത്. Why was the swallow not ready to help the woman at first? ആദ്യമൊന്നും ആ സ്ത്രീയെ സഹായിക്കാൻ സോലോ തയ്യാറായില്ല. എന്താണ് കാരണം? The swallow was on his way to Egypt. സോലോ ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. His friends were waiting for him. അവൻ്റെ കൂട്ടുകാർ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. And he was in a hurry to join them. അവരോടൊപ്പം ചേരാനുള്ള ധൃതിയിലായിരുന്നു അവൻ. So he was not ready to help the woman at first. അതുകൊണ്ടാണ് അവൻ ആദ്യമൊന്നും ആ സ്ത്രീയെ സഹായിക്കാൻ തയ്യാറാവാതിരുന്നത്. Why do some children throw stones at animals and birds? എന്തുകൊണ്ടാണ് ചില കുട്ടികൾ ജന്തുക്കൾക്കും പക്ഷികൾക്കും നേരെ കല്ലെറിയുന്നത്? Have you ever prevented them? നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ തടഞ്ഞിട്ടുണ്ടോ? Some children throw stones at animals and birds just for fun. ചില കുട്ടികൾ മൃഗങ്ങൾക്കും പക്ഷികൾക്കും നേരെ കല്ലെറിയുന്നത് തമാശയ്ക്ക് വേണ്ടിയാണ്. Some others do so for fear that they may attack them. മറ്റു ചിലരാണെങ്കിലോ ഈ ജീവികൾ അവരെ ആക്രമിച്ചാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Why did the swallow agree to be the messenger of the happy prince? ഹാപ്പി പ്രിൻസിൻ്റെ ദൂതനാവാമെന്ന് സോലോ എന്തുകൊണ്ടാണ് സമ്മതിച്ചത്? The happy prince became sad when Solo rejected his request. സോലോ തൻ്റെ അപേക്ഷ നിരസിച്ചപ്പോൾ, തൻ്റെ ദൂതനാവാൻ തയ്യാറാവാതിരുന്നപ്പോൾ ഹാപ്പി പ്രിൻസ് became sad. ഹാപ്പി പ്രിൻസിന് വല്ലാത്ത വിഷമം തോന്നി. Seeing his sad face, the Solo felt sorry. ഹാപ്പി പ്രിൻസിൻ്റെ സാഡ് ഫേസ് കണ്ടപ്പോൾ സോലോയ്ക്ക് ദുഃഖം തോന്നി. So he decided to stay with him for one more night. അതുകൊണ്ട് ഒരു രാത്രി കൂടി ഹാപ്പി പ്രിൻസിനോടൊപ്പം തങ്ങാമെന്ന് സോലോ തീരുമാനിച്ചു. Why did the Solo feel so warm? എന്തുകൊണ്ടാണ് സോലോയ്ക്ക് ചൂട് അനുഭവപ്പെട്ടത്? The Solo helped the poor mother by giving her the ruby. റൂബി കൊടുത്തുകൊണ്ട് ആ പാവപ്പെട്ട അമ്മയെ സോലോ സഹായിച്ചു. That kind deed made him feel warm. ആ നല്ല പ്രവൃത്തിയാണ് അവന് ചൂട് അനുഭവപ്പെടാൻ കാരണം. Will the Solo join his friends the next day? അടുത്ത ദിവസം സോലോയ്ക്ക് അവൻ്റെ കൂട്ടുകാരോടൊപ്പം ചേരാൻ കഴിയുമോ? No, he cannot join his friends the next day in Egypt, as he stayed with the happy prince one day. ഹാപ്പി പ്രിൻസിനോടൊപ്പം ഒരു ദിവസം താമസിച്ചതുകൊണ്ട് അവന് അവൻ്റെ കൂട്ടുകാരോടൊപ്പം ചേരാൻ കഴിയില്ല. I will wait with you one night longer, said the Solo. Why did the Solo decide so? ഞാൻ ഒരു രാത്രി കൂടി നിന്റെ കൂടെ നിൽക്കാം, സോലോ പറഞ്ഞു. എന്തുകൊണ്ടാണ് സോലോ അങ്ങനെ തീരുമാനിച്ചത്? When the prince described the writer's poor condition, the Solo felt sorry. എഴുത്തുകാരൻ്റെ മോശമായ അവസ്ഥ രാജകുമാരൻ വിവരിച്ചു കൊടുത്തപ്പോൾ സോലോയ്ക്ക് വിഷമം തോന്നി. At the request of the happy prince, the Solo decided to stay with him one night longer. ഹാപ്പി പ്രിൻസിൻ്റെ അപേക്ഷ പ്രകാരം ഒരു രാത്രി കൂടി അദ്ദേഹത്തോടൊപ്പം തങ്ങാൻ സോലോ തീരുമാനിച്ചു. Why didn't the writer notice the swallow? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ സോലോയെ ശ്രദ്ധിക്കാതിരുന്നത്? The writer didn't notice the Solo because hunger had made him faint.
വിശപ്പ് കൊണ്ട് തളർന്ന് ബോധക്കേടുണ്ടായതുകൊണ്ടാണ് എഴുത്തുകാരൻ സോലോയെ ശ്രദ്ധിക്കാതിരുന്നത്. ഹി വാസ് വെരി ടയേർഡ് ആൻഡ് വാസ് ലീനിങ് ഓവർ എ ഡെസ്ക്. അദ്ദേഹം വല്ലാതെ തളർന്ന് ഒരു ഡെസ്കിന് മേലെ ചാഞ്ഞു കിടക്കുകയായിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ് വീക്ക്നെസ് ഹി കുഡിൻ ഹിയർ ദ ഫ്ലട്ടർ ഓഫ് ദ ബേർഡ്സ് വിങ്സ്. തളർച്ച കാരണം അദ്ദേഹത്തിന് പക്ഷിയുടെ ചിറകടി ശബ്ദം കേൾക്കാനായില്ല. വൈ ഡിഡ് ദ റൈറ്റർ തിങ്ക് ദാറ്റ് ഹി വാസ് ബീങ് അപ്രീഷിയേറ്റഡ്. എന്തുകൊണ്ടാണ് താൻ അഭിനന്ദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുത്തുകാരന് തോന്നിയത്? വെൻ ദ റൈറ്റർ ലുക്ക്ഡ് അപ്പ് ഹി ഫൗണ്ട് ദ സഫയർ. അദ്ദേഹം തല ഉയർത്തി നോക്കിയപ്പോൾ ആ ഇന്ദ്രനീല കല്ല് കണ്ടു. ഹി ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫ്രം വൺ ഓഫ് ഹിസ് അഡ്മയേഴ്സ്. അദ്ദേഹം വിചാരിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ ആരുടെയോ ഗിഫ്റ്റാണ് എന്നാണ്. സോ ഹി തോട്ട് ദാറ്റ് ഹി വാസ് ബീങ് അപ്രീഷിയേറ്റഡ്. അതുകൊണ്ടാണ് താൻ അഭിനന്ദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വിചാരിച്ചത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പാഠഭാഗം അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. ഇഫ് മൈ ക്ലാസ് ഈസ് ഹെൽപ്ഫുൾ ടു യു, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.